ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ കാശിയുടെ ബർത്ത്ഡേ ആണ്. കാശിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഫുൾ കാശിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് കാണാം. നമ്മളെ വീട്ടിൽ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെക്കോറെല്ലാം ഞാൻ ചെല്ലുമ്പോഴേക്കും എല്ലാം സെറ്റായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 2 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നമ്മൾ കസ്റ്റം മെയ്ഡായിട്ട് ചെയ്തതായിരുന്നു. ഒരു ജംഗിൾ ആ ഒരു തീമിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കാശിക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞാലേ കേക്കാണ്. ഇനിയിപ്പോൾ 1000 ബർത്ത്ഡേ ആണെങ്കിലും കാശി കേക്ക് കട്ടിങ് അത് കാശി കട്ട് ചെയ്യും. അത്ര ഹാപ്പി ടു യു എന്ന് പറഞ്ഞാൽ അവൻ കേക്കിനാണ് ശരിക്കും ഹാപ്പി ടു യു എന്ന് പറയണത്. അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എത്രയായാലും മതിയാവില്ല. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനും ചേച്ചിയും കുട്ടിയൊക്കെ റിയാദിലാണ്. അതിൻ്റെ ഇടയിൽ കാശിയുടെ അടുത്ത കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവനെ എല്ലാവർക്കും കൊടുക്കണേക്കാളും അതിനെ ഇരട്ടി അവൻ കഴിക്കുമായിരുന്നു. എല്ലാവർക്കും ഒരു പീസ് കട്ട് ചെയ്താൽ അതിൻ്റെ ചെറിയ പോർഷൻ ഒരാൾക്ക് കൊടുക്കണം, അതിൻ്റെ ബാക്കി മുഴുവൻ അവൻ കഴിക്കണം. അങ്ങനെയായിരുന്നു കേട്ടോ മെയിനായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുക്കണ തിരക്കിലാണ് കേട്ടോ കാശി. അവന് കേക്ക് കൊടുക്കണതിലേറെ കേക്ക് കട്ട് ചെയ്യണ തിരക്കിലാണ്. ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാശിനെ വിഷ് ചെയ്യലും ഗിഫ്റ്റ് കൊടുക്കലും കേക്ക് കട്ട് ചെയ്യലും ഒക്കെ ആയിരുന്നേ. അങ്ങനെ ഈ കേക്ക് കുറേ നേരം കട്ട് ചെയ്തില്ല. ഇനി അടുത്ത കേക്ക് ആവാമെന്ന് കരുതി അവൻ ഈ കേക്ക് കുറച്ച് കട്ട് ചെയ്ത് ഇടയ്ക്ക് അപ്പുറത്തുള്ള ആ വലിയ കേക്ക് പോയി കട്ട് ചെയ്യും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മൾ ഫാമിലി കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു ഫാമിലി ഗ്യാദർ പോലെയായിരുന്നു ശരിക്കും ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ എല്ലാവരും 5 വീട്ടിലെ എല്ലാവരും കൂടെ കൂടി അങ്ങനെ അവൻ നടന്ന് കേക്കിന് ചുറ്റും നിറന്ന് കേക്ക് കട്ട് ചെയ്യണം. എല്ലാവരോടും കേക്ക് കട്ട് ചെയ്യുമ്പോൾ ക്ലാപ്പ് ചെയ്യാൻ പറയണം. അതാണ് കേട്ടോ, അവന് കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യണം, എന്നിട്ട് വിഷ് ചെയ്യണം. ചെറിയ കുട്ടികളല്ലേ, അതൊക്കെ രസമല്ലേ, നല്ല രസമായിട്ട് അവനിങ്ങനെ എൻജോയ് ചെയ്യും അതെല്ലാം. അപ്പോൾ നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കേക്കെല്ലാം കഴിച്ച് അത് നമ്മളെല്ലാവരും കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. 2 കേക്കാണെങ്കിലും നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ഏട്ടന്മാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടന്മാർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാശി മൊത്തത്തിൽ എല്ലാവരും വാച്ച് ചെയ്യാണ്, എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യണതെന്നൊക്കെ. ഇതാണേ നമ്മുടെ അല്ലിമോള്, ഏട്ടൻ്റെ മോളാണ്. അപ്പോൾ അവരൊക്കെ റിയാദിലാണുള്ളത്. അപ്പോൾ അവളെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ശരിക്കും വിഷമമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അവളിങ്ങനെ നോക്കുമായിരുന്നു എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ളതിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാശി ഗിഫ്റ്റ് കിട്ടിയത് അൺബോക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. താടച്ചനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റ് കിട്ടിയത് എന്താണെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഓരോന്ന് അവനെടുത്ത് പുറത്തിടുകയാണ്. അപ്പോൾ ഓരോന്ന് പുറത്തിട്ട് കഴിഞ്ഞിട്ട് അവനൊരു നോട്ടുണ്ട്, ആ ബോക്സിലേക്ക് ഒരു നോട്ടുണ്ട്. ഇനിയൊന്നും ഇല്ലേ, ഇത്രയേ ഉള്ളൂ എന്നുള്ള പോലെ. വാട്ടർ ബോട്ടിൽ അവന് ഇഷ്ടമായി കേട്ടോ. വാട്ടർ ബോട്ടിൽ ഇഷ്ടമായിട്ട് അവൻ ഇട്ടൊക്കെ നോക്കി. പക്ഷെ ബാഗ് എന്താണെന്നുള്ളത് അവൻ അറിയില്ലല്ലോ. അപ്പോൾ ബാഗ് എന്താ അറിയാത്തത് കൊണ്ട് ആ ബാഗിന് ആൾക്ക് വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ എപ്പോഴും വെള്ളം കുടിക്കാൻ എടുക്കുന്ന കാരണം അവനത് അറിയാം. അങ്ങനെ വാട്ടർ ബോട്ടിലും ബാഗും ആയിരുന്നു ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ തന്നെ ഉണ്ടാക്കിയായിരുന്നു ഫുഡ്. അപ്പോൾ നെയ്ച്ചോറും ചിക്കനും പിന്നെ ചിക്കൻ ഫ്രൈയും അങ്ങനെ സലാഡും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഏട്ടൻ്റെ ഫ്രണ്ട്സാണേ. ഏട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ ഓരോ കഥകൾ പറയണം. അവന് കേക്ക് അവന് കുറേ നേരം ഇരുന്ന് കട്ട് ചെയ്ത് കഴിച്ചപ്പോഴേ, കുട്ടിയല്ലേ ഒരുപാട് മധുരം കഴിക്കേണ്ടെന്ന് കരുതി കേക്ക് നമ്മൾ അവിടെ നിന്ന് എടുത്തായിരുന്നു. അപ്പോൾ കേക്ക് അവർ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് കഥ പറയായിരുന്നു അവന്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവന് കിട്ടി ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചു. അതിൻ്റെ ഇടയിൽ അച്ഛന്മാരും എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അച്ഛന്മാരൊക്കെയാണ് ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീട്ടിൽ തന്നെയല്ലേ, അപ്പോൾ അച്ഛന്മാരൊക്കെ ആദ്യം ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ അമ്മമാർ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അമ്മമാരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇതിലിനി ലാസ്റ്റ് ഞാൻ കുറച്ച് കാശിയുടെ കുഞ്ഞിതായിരുന്നത്തെ വീഡിയോസ് കൊടുക്കേ. ഇത് കാശിക്ക് താട്ടമ്മ കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് വെച്ചിട്ടുള്ള കളിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ചിരിക്കാൻ പറഞ്ഞിട്ട് അവന് ചിരി വരുന്നില്ല. ഇതാണ് കേട്ടോ സനു ഞാനും ഏകദേശം സെയിം ഏജാണ്, ജസ്റ്റ് 1 മന്ത് ഡിഫറൻസ്. കാശിക്കുട്ടൻ്റെ 5 മാസം ആ ഒരു പ്രായത്തിലുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിലൊരു ചിരിയുണ്ട് കാശിക്കുട്ടൻ്റെ, അതാണ് ഇതിലെ ഹൈലൈറ്റ്. അവൻ്റെ എത്ര പെട്ടെന്ന് കുട്ടികൾ വലുതാവുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നമ്മളത് അറിയുക. അത് കഴിഞ്ഞിട്ട് വേറൊരു 1 ഇയർ ആ ഒരു ടൈമിലുള്ള വീഡിയോ ഉണ്ട്. അങ്ങനെ 2 വയസ്സായി കാശിക്ക്. അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.